ഹായ് ഗായ്സ്, വെൽക്കം ടു സഫീസ് ഹോം ഡയറി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുനാഫാഡോ ആണ്. ഞാനിതിന് മുമ്പ് ചെയ്തത് കുനാഫയായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ഡോ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് കുനാഫാഡോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ചെയ്തു തുടങ്ങാം. മൈദപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലവർ പൗഡറും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുനാഫാഡോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവർ പൗഡറാണ് എടുത്തേക്കുന്നത്. മൈദയുടെ പകുതിയാണ് കോൺഫ്ലവർ പൗഡർ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പൗഡറുകൾ രണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് മൈദയുടെ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ അടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ കുനാഫാഡോയിന് റെഡിയാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലൂടെ നമുക്കിത് അരിച്ചെടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ നല്ല കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിക്കും അലിഞ്ഞു പോവാൻ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പതുക്കെ അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കട്ടകളൊക്കെ നന്നായിട്ട് അലിഞ്ഞ് അതിലൂടെ പൊക്കോളും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുനാഫാഡോ ഇതുപോലെ ഇങ്ങനെ നൂല് പോലെ ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത്. കുനാഫാഡോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കുമ്പോൾ തന്നെ കുനാഫ റെഡിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഡോ അന്വേഷിച്ച് നടന്ന് വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്കൊരു അറേബ്യൻ സ്വീറ്റ് ആയതുകൊണ്ടായിരിക്കും ഇത് നമുക്കിങ്ങനെ നാട്ടിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇതുപോലെ ആയിരിക്കണം. ഒരുപാട് കട്ടയും ആവരുത്, ഒരുപാട് വെള്ളം പോലെ ആയാലും നമുക്ക് ഇത് നൂല് പോലെ ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഭയങ്കര ക്വാളിറ്റി ബോട്ടിലൊന്നും വേണ്ട. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റണം. ക്രഷ് ആഫ്റ്റർ യൂസ് ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ മൂടിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ മാക്സിമം കാണിച്ചു തരാൻ നോക്കാം. ഇതുപോലെ ഒരു ചെറിയ ഹോള്, അതായത് സേഫ്റ്റി പിന്നിൻ്റെ അതിനേലും കുറച്ചും കൂടി വലുത്, എന്നാൽ ഒരുപാട് വലുതാവരുത്. കണ്ടോ, ബോട്ടിൽ ഇതുപോലെ നമുക്ക് സ്ക്യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു ബോട്ടിലായിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം പൈപ്പിംഗ് ബാഗ് ആയാലും ഉപയോഗിക്കാം. എനിക്ക് പൈപ്പിംഗ് ബാഗിനേലും കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ബോട്ടിലാണ്. അതിൻ്റെ കാരണം ഞാൻ ഈ ഡോ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. കണ്ടോ, ഇതുപോലെ ഒരു ഹോളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മാവ്. അപ്പം നിങ്ങൾ എത്ര മാവ് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വലിപ്പമുള്ള ബോട്ടിൽ എടുക്കാം. എനിക്കിപ്പോൾ ഇത്രയും മാവിന് ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ മതിയായി. അപ്പോൾ ഇനി പാൻ, ഇതുപോലത്തെ ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ മാത്രം ഇതിലൂടെ വരുള്ളൂ. അല്ലാതെ തന്നെ വരണ പോലത്തെ ഒരു പരുവം നമ്മൾ അത്രയും വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മാവ് നമ്മൾ വിചാരിച്ച പോലെ സെറ്റായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. ഇത്രയും വലിയ പാന് വേണമെന്നൊരു നിർബന്ധവും ഇല്ല. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കണോ അത്രയുള്ള പാനായാലും മതി. ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയാണ് വലിയ പാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് ഏത് എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് ഇങ്ങനെ തുള്ളി പോലെ വീണ് ഡോട്ട്സ് പോലെ ആവാണ്ട് നോക്കാം. നമുക്കിങ്ങനെ സ്ട്രിങ് പോലെ കിട്ടിയാൽ മതി. അത് ഒഴിച്ച് ഫുൾ നമ്മൾ ചുറ്റി കഴിയുമ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് ഒഴിച്ചത് മുതൽ ഇങ്ങനെ കുക്കായിട്ടുണ്ടാവും. അധികം നേരം ഇത് വെച്ച് ഇങ്ങനെ കരിച്ചൊന്നും കൊടുക്കരുത്. ഇതുപോലെ ഇങ്ങനെ കുക്കായി വരുമ്പോൾ തന്നെ എടുത്ത് മാറ്റാം.
കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് സ്ട്രിങ് പോലെ കിട്ടും. ഇപ്പോൾ ഇടയിൽ വിട്ടുപോയാലൊന്നും കുഴപ്പമില്ല, കാരണം നമ്മൾ കുനാഫ ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് നുറുക്കിയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പം അത് കുഴപ്പമില്ല. അതിൽ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്യണം. ഇതുപോലെ ഒരു നല്ലൊരു ക്ലോത്ത് ഒപ്പം എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് കഴിയുമ്പോഴും ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം. വീണ്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇടയിൽ ഇങ്ങനെ ബ്രേക്ക് വന്നാലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഡോട്ട്സ് പോലെ ഇങ്ങനെ തുള്ളി തുള്ളി വീഴരുത്. അതെല്ലാം നമുക്ക് എടുത്ത് കളയേണ്ടി വരും. ഇങ്ങനെ സ്ട്രിങ് പോലെ നമുക്ക് കിട്ടണം. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മളത് ചുറ്റിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് എടുത്ത് മാറ്റാൻ കിട്ടും. കാരണം അത്രയ്ക്ക് പെട്ടെന്ന് ഇത് കുക്കായി വരുന്നുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ തുടക്കത്തിൽ തന്നെ മീഡിയം ഫ്ലെയിം വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും പാൻ ഒരുപാട് ചൂടായി വരും. കണ്ടോ, ഇതുപോലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാൻ ഒരുപാട് ചൂടാവുന്ന സമയത്താണെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ കാക്കണം. ഇനിയിപ്പോൾ റൗണ്ടിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഇടയിൽ ബ്രേക്കൊക്കെ വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ കുനാഫ ഉണ്ടാക്കിയ സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അത് നമ്മൾ ഇങ്ങനെ നമുക്ക് സ്ട്രിങ് പോലെ തന്നെ കിട്ടി. ഇങ്ങനെ ബ്രേക്ക് വന്നാൽ കുഴപ്പമില്ല, പക്ഷേ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ വീഴണമെങ്കിൽ, എവിടെയെങ്കിലും കട്ടി പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുക്കായി സാധനം എടുത്ത് മാറ്റുന്ന ടൈമിൽ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ആയാലും മതി നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. പിന്നെ ചില സമയം നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഒഴിക്കണം. ഇനി 2 കൈ വെച്ച് പ്രസ് ചെയ്തിട്ടാണ് വരണേന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്താൽ മതി. നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. പൈപ്പിംഗ് ബാഗാണ് എളുപ്പമെന്ന് തോന്നുന്നവർക്ക് അത് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ കുപ്പി പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുപ്പിയിലാവുമ്പോൾ നമുക്കത് കറക്റ്റ് നമുക്ക് എത്ര മതിയായി കഴിയുമ്പോൾ ജസ്റ്റ് നേരെ അങ്ങനെ നിവർത്തി പെട്ടെന്ന് വെക്കാം. അപ്പോൾ തന്നെ നമുക്കിത് മാറ്റം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. പൈപ്പിംഗ് ബാഗ് ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന്, എനിക്ക് തോന്നിയതാണ്, ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പെട്ടെന്ന് അതങ്ങനെ ചെയ്ത് അവിടെ വെച്ച് അപ്പോൾ തന്നെ അത് ഈ ചട്ടിയിൽ നമുക്ക് എടുത്ത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ മുഴുവനും ഇങ്ങനെ ചെയ്തെടുക്കാം. നമ്മുടെ കുനാഫാഡോ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു അളവിലെടുത്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു 300 ഗ്രാമോളം ഡോ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഫുൾ ചെയ്ത് കഴിഞ്ഞ് ചൂട് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾക്കതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കുനാഫേനായാലും വളരെ ചീപ്പാണ് നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.